Hi, hello friends. Good morning all. Once again, welcome back to my another video. Okay. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നരേഷൻ ആണ്. നമുക്കറിയാം പ്രൊഫൈൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, നോട്ടീസ് മേക്കിംഗ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നരേഷൻ. വാട്ട് ഈസ് നരേഷൻ? എന്താണ് നരേഷൻ? നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നരേഷൻ എന്ന് പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അതായത് ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഷോർട്ട് ആക്കിയിട്ട് ആ ഇൻസിഡന്റ് മൊത്തം വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. അതായത് നരേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മൊത്തം ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ അത് വിവരിച്ചു കൊടുക്കുക. മറ്റുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയാം. ഓക്കെ, നരേഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നോട്ടീസ്, പ്രൊഫൈൽ, ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡയറി, ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നാല് ഇപ്പൊ നമ്മളൊരു ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ചാപ്റ്റർ നമുക്ക് വായിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പരിചയം മാത്രമുള്ള, ജസ്റ്റ് ഒന്ന് കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് മാത്രം അറിയുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ കൂടിയും നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നരേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്ററുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം. കാരണം ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആണ് നമ്മൾ നരേഷനായിട്ട് എഴുതേണ്ടതെങ്കിൽ നരേഷനായിട്ട് എഴുതാൻ ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചാപ്റ്ററായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാവണ്ടേ? ആ ഒരു നരേറ്റ് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഈ നരേഷൻ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടെക്സ്റ്റ് ബേസ് ആയിട്ടാണ്. എന്താണ് ടെക്സ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു നരേഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഫോർ എക്സാമ്പിൾ അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്നുള്ള ചാപ്റ്ററിൽ ആ ഒരു മംഗൂസ് സ്നേക്ക് ആൻഡ് മംഗൂസിന്റെ ഫൈറ്റ് സീൻ ആണ് നമുക്ക് നെറേറ്റ് ചെയ്യേണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് ആ ഒരു നെറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം അല്ലെ. എന്നെങ്കിൽ എന്താണ് മംഗൂസ് ചെയ്തത്, എന്താണ് സ്നേക്ക് ചെയ്തത് നമുക്ക് നെറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഷോർട്ട് ആയിട്ട്, എന്നാൽ അത്യാവശ്യം ഐഡിയാസും കാര്യങ്ങളെല്ലാം ഉള്ള ഷോർട്ട് ആയിരിക്കണം നരേഷൻ. അതുപോലെ തന്നെ പക്ഷെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, പക്ഷെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നരേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ നമ്മൾ ചാപ്റ്ററായിട്ട് എത്ര ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ട. ചിലപ്പോൾ നമ്മൾ നരേഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാതെ, അതായത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് തന്നെ ഇപ്പം എടുത്തിട്ട് എഴുതലല്ല. നമ്മൾ ആ മനസ്സിലാക്കിയ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളതായ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം. ടെക്സ്റ്റുമായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് നരേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. ടെക്സ്റ്റുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ നരേഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, നരേഷന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? നരേഷന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് തന്നെ ആദ്യം തന്നെ നമ്മൾ ഐഡിയാസ് ഉണ്ടാവണം, ഒരു ഐഡിയാസ് കൊടുക്കണം, നമ്മുടെ ചാപ്റ്റർ ഏതാണെന്നുള്ളൊരു ഐഡിയാസ് ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റ്, മിഡിൽ, എൻഡിങ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നരേഷൻ ചെയ്യുന്ന ലാസ്റ്റ്, ഫോർ എക്സാമ്പിൾ മംഗൂസ് ആൻഡ് സ്നേക്കിന്റെ ഒരു ഫൈറ്റ് സീൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മംഗൂസ് ചെയ്തതും അല്ലെങ്കിൽ സ്നേക്ക് ചെയ്തതൊക്കെ ആദ്യം ലാസ്റ്റത്തെ ആ ഒരു കാര്യങ്ങളാണോ ഫസ്റ്റ് എഴുതേണ്ടത്? അല്ല, ആദ്യം നമ്മൾ ഫസ്റ്റ് എഴുതുക, ദെൻ മിഡിൽ എഴുതുക, ദെൻ ലാസ്റ്റ് അതിന്റെ എൻഡിങ് എഴുതുക. ഓക്കെ, ആ ഒരു ഇൻസിഡന്റ് ഫസ്റ്റ്, മിഡിൽ, എൻഡിങ് എഴുതുക. അങ്ങനെയാണ് അതിലൊരു ആ ഒരു ഫസ്റ്റ്, മിഡിൽ, എൻഡിങ് എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ടാവും. ദെൻ ലാസ്റ്റ് എൻഡിങ് എഴുതുക. എന്താണെന്ന് പറഞ്ഞ് എൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഒരു നരേഷന്റെ ഫോർമാറ്റ്. ഐഡിയാസ് ഉൾക്കൊള്ളിക്കണം. പറ്റുമോ നിങ്ങൾ ഡയലോഗ്സും കൂടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് നമ്മൾ എൻഡപ്പ് ചെയ്യുമ്പം തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സ്റ്റോറി നെറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ആ നെറേഷന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ്സ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതേ ഡയലോഗ്സ് ഇപ്പം ആ ഒരു ക്യാരക്ടർ പറഞ്ഞ അതേ ഡയലോഗ്സ് ടെക്സ്റ്റിൽ അതേ ബേസിൽ നമ്മൾ എഴുതി വെക്കണമെന്നില്ല. പക്ഷെ എന്താണ് ആ ഒരു ക്യാരക്ടർ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആ ഒരു ഡയലോഗ്സ് എന്താണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്ത് നമ്മൾ വീണ്ടും കൂടെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാകും. കാരണം ആ ഒരു ടെക്സ്റ്റ് കുട്ടി നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, ആ ടെക്സ്റ്റുമായിട്ട് ബേസ്ഡ് ആയി നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് തരും. അതൊക്കെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഡയലോഗ്സ് അതേ കംപ്ലീറ്റ് അത് എഴുതണം എന്നല്ല, ആ ഡയലോഗ്സ് എന്താണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ നമ്മുടേതായ രീതിയിൽ നമ്മൾ ആ ഒരു ഡയലോഗ്സും കൂടെ മെൻഷൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഏതാണ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ അവിടെ ആ നരേഷൻ മാത്രം എഴുതാം. നമ്മൾ ആ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പാടില്ല.
കാരണം ആ സ്റ്റോറിയിൽ ഒരു ഇൻസിഡന്റ് ആയി ചോദിക്കും. അപ്പൊ സ്റ്റോറിയിൽ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോറി മൊത്തം ആരുകൾ ചെയ്തത് ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ് മാത്രം ഉൾക്കൊള്ളിച്ച് എഴുതാം. ഓക്കെ, നമ്മുടെ ഡയലോഗ്സ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ പറയുന്നത് 8 മാർക്കിനാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലെങ്ത്തും കൂടും, അതുപോലെ തന്നെ ഒരു ഇംപ്രഷനും, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ട് നമുക്ക് അതാണ് പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെറേഷൻ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. കൂടുതൽ നോട്ടീസ് റൈറ്റിംഗ്, നോട്ടീസ് മേക്കിംഗ്, ലെറ്റർ മേക്കിംഗ് എല്ലാം ഒരുപാട് നമുക്ക് ഫോമാറ്റ് ഉണ്ടാക്കി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കല. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നമ്മൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നെറേഷൻ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ എഴുതാം, നെറേറ്റ് ചെയ്ത് കൊടുക്കാം, മറ്റുള്ളവർക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നെറേഷൻ. മെയിൻ ആയിട്ട് എന്താണ്, ടെക്സ്റ്റുമായിട്ടൊരു ബേസ് ഉണ്ടാവണം, ടെക്സ്റ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നെറേഷൻ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം ടെക്സ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ നിൽക്കുക. ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ലൈൻ ബൈ ലൈൻ വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വാട്ട് ഇസ് ദ ചാപ്റ്റർ എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നതെന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ചാപ്റ്ററായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നെറേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നെറേഷൻ ആണ്. നെറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെ നെറേറ്റ് ചെയ്യുന്നു എന്നാണ് നെറേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് മറ്റുള്ളവർക്ക് ഷോർട്ട് ഫോം എന്ന ഷോർട്ട് ആയിട്ട് അതിന്റെ ഐഡിയാസും ഉണ്ടാവണം, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുന്നതാണ് നെറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെറേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്